പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ പുതിയൊരു തകർച്ചയിലേക്കാണ് തള്ളിവിട്ടത്. 26 സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച ക്രൂരമായ ആക്രമണം ഇന്ത്യയിലുടനീളം വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം സാധാരണക്കാർക്ക് നേരെ നടന്ന ഗുരുതരമായ ആക്രമണമായിരുന്നു പഹൽഗാമിൽ നടന്നത്. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരാണെന്ന് കരുതപ്പെടുന്ന ആക്രമണകാരികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. 26 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമമുണ്ടായ ഭീതിയിൽ പഹൽഗാമിലെ ജനത ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ്. ലഷ്കർ ഇ തൊയ്ബ എന്നൊരു സംഘടന പാകിസ്ഥാനിൽ ഇല്ലെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കുന്നത്. പഹൽഗാം ആക്രമണം കശ്മീർ മേഖലയെയും പാകിസ്ഥാനെയും കുഴപ്പത്തിലാക്കാൻ ഇന്ത്യ ആസൂത്രണം ചെയ്തതാണെന്നും ഖ്വാജ ആസിഫ് തുറന്നടിച്ചു. ഭീകര ഗ്രൂപ്പുകൾക്ക് അഭയം നൽകുന്നതിലും പിന്തുണയ്ക്കുന്നതിലും പാകിസ്ഥാന്റെ പങ്ക് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സർക്കാർ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. സിന്ധുജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുകയും കർത്താർപൂർ ഇടനാഴി അടച്ചുപൂട്ടുകയും അത്തരത്തിൽ നിരവധി നയതന്ത്ര നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെയും അതിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ നടപടികളിലൂടെ പ്രകടമാക്കുന്നത്. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഇന്ത്യൻ കരസേനാ മേധാവിയുടെ ശ്രീനഗർ സന്ദർശനം അടിവരയിടുന്നു. ആക്രമണത്തോട് പ്രതികരിക്കുന്നതിലും ഭാവിയിലെ സംഭവങ്ങൾ തടയുന്നതിലും സൈന്യം സുപ്രധാന പങ്ക് വഹിക്കും.